ഹലോ മുത്തുമണികളെ, കുറേ നാളുകളായി ഒരു വീഡിയോ ഞാനിങ്ങനെ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഒരു ലൈവുമായിട്ട് ആസ്പദമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളുകളായി ഞാൻ ഈ പുള്ളിക്കാരിയുടെ വീഡിയോ കാണുന്നു. നമ്മളെ സനു റിയാക്ഷൻ. ഞാനുമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സനുവിന് ഇല്ല കേട്ടോ. എന്തോ സംതിങ് എന്താണ് വിഷയം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ അടുത്ത് മിണ്ടൂല. ഞാനും പിന്നെ ആരുമായിട്ട് അങ്ങനെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഇടയ്ക്ക് എപ്പോഴും എന്തോ ഒരു കമൻറ്റോ ഞാൻ ഈ പുള്ളിക്കാരിയുടെ ലൈവിൽ ചെന്ന് ഇട്ടപ്പോഴത്തേക്ക് പട്ടി ആട്ടി വിടും പോലെ ആട്ടി വിട്ടടെ. ഷോ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നതും അല്ല. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ ഇനി ഷെഫീന താത്തയും എൻ്റെ ശത്രു ആകുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഷെഫീന താത്തയ്ക്കും അറിയാൻ പാടില്ല. വീഡിയോ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ കഴുത്തിൽ രണ്ടുപേരും കൂടി കയറാനായിട്ട് വരരുത്, ദയവ് ചെയ്ത് വരരുത്. ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞു തീർത്തുണ്ട് പോട്ടെ. അതായത് നമ്മൾ ഷെഫീന താത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഷെഫീന താത്ത ഇത്തിരി അത്യാവശ്യം നല്ല കാര്യങ്ങൾ സംസാരിക്കാനും ഏത് നാണയത്തിലാണോ അടിക്കുന്നത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനായിട്ട് കഴിവുള്ള ഒരാളാണ് ഷെഫീന താത്ത. ഞാൻ ഇപ്പം ഒരുപാട് കാണുന്നത് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഷെഫീന താത്തേനെ വിമർശിക്കുന്നുണ്ട്. ഈ വിമർശിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെയും ഷെഫീന താത്തയായിട്ട് കോണ്ടാക്റ്റിൽ ഇരുന്ന ആളുകളാണ്. വെറും കോണ്ടാക്റ്റിൽ ഇരുന്ന ആളുകളല്ല, നല്ല രീതിയിൽ കോണ്ടാക്റ്റിൽ ഇരുന്ന ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഷെഫീന താത്തേനെ പച്ച തെറി വിളിക്കണത് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, സത്യത്തിൽ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച് പരമശിവൻ നന്ദ പരമശിവൻ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഷെഫീന താത്തേര അവസ്ഥ. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരാളും ഇപ്പൊ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ അമ്പെയ്ത് വിടുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. ആരാണ്? ഞമ്മന്റെ ഷനു റിയാക്ഷൻ. ഷനുവായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. എൻ്റെ വാട്സപ്പിലൊക്കെ വന്നിട്ട് സനു സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ സനുവായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ പുള്ളിക്കാരിയുടെ ലൈവിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും എന്തോ ഒരു നികൃഷ്ട ജീവിനെ പോലെ എൻ്റെ അടുത്തും പെരുമാറി. പക്ഷെ എനിക്ക് ഇവരോടൊന്നും യാതൊരു തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ വേണ്ടിയിട്ട് വയ്യാത്തത് കൊണ്ട് പറയണതാണ്. അപ്പോൾ ഈ ഷെഫീന താത്ത തലയിലേറ്റി വെച്ചിരുന്ന മറ്റൊരാളും കൂടിയാണ് നമ്മളുടെ ഷനു റിയാക്ഷൻ. ഷനു എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സനു അല്ല എന്നെ കാണാൻ വന്നത്. ഭീമാപള്ളിയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കൂട്ടത്തിൽ ഷെഫീന താത്ത എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ സനുവും ഉണ്ടായിരുന്നു. സനുവിൻ്റെ വീട്ടിലൊക്കെ വന്നതാണ്. ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി പിരിഞ്ഞ രണ്ടാൾക്കാരും കൂടിയാണ്. പിന്നെ എന്താണ് നമുക്കിടയിലൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നിരപരാധിയാണ്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുത്തിയിരുന്ന് ഞമ്മൻ്റെ ഷെഫീന താത്തേനെ ഇങ്ങനെ കൊള്ളിച്ചും പള്ളിച്ചും ഒക്കെ പറയുന്നത് കേട്ടത് കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അതായത് ഇന്നലെ ഞാൻ സനുവിൻ്റെ ലൈവ് കണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കാണുന്നുണ്ട്. അപ്പം ഇന്നലത്തെ സനുവിൻ്റെ ലൈവിൽ സനു ഒരു കാര്യം പറയുന്നുണ്ട്. സമീറയുമായിട്ട് നല്ല കോണ്ടാക്റ്റിലാണ് ഷെഫീന താത്ത. അപ്പൊ സമീറ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമീറയുടെ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതായത് ഓസ് മലയാളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറാണ്. ഓസ്ട്രേലിയയിൽ എങ്ങാണ്ടാണ്. അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി, എനിക്ക് നിങ്ങളുടെ യഥാർത്ഥ പേര് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ വിളിച്ചത് കേട്ടാ. ഓസ് മലയാളിയുടെ ഒരു വീഡിയോ സമീറ ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ച് ഇതെന്തേ ഈ വീഡിയോ അവൾ ഷെയർ ചെയ്തത് എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ഞാൻ ഷെഫീന താത്തയുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. എന്താണ് ഈ വക കാര്യങ്ങളൊന്നും ഈ പല ആൾക്കാരും പലതും പറയും. ഷെഫീന താത്തയും ഞാനുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഇത്തരം ചീപ്പ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കൂല്ല. അവര് അങ്ങനെ എൻ്റെ അടുത്ത് അവരങ്ങനെ സംസാരിക്കുന്ന ഒരാളും അല്ല കേട്ടോ. അപ്പോൾ സംഭവം എന്താണ് എന്ന് ഇവളുടെ ലൈവ് കണ്ടിട്ട് സംഭവം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ സനുവിൻ്റെ നാട്ടിൽ ആരോ പോയിട്ടുണ്ട്. സനു അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് സനു കുറെ കോവിലുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഈ കോവിലിൻ്റെയൊക്കെ വീഡിയോ ആരോ പകർത്തി ഈ ഓസ് മലയാളിക്ക് കൊടുത്ത് എന്നുള്ളതാണ് ആരോപണം.
അപ്പൊ ഈ ഒരു ആരോപണം ആരാണ് ഈ സംഭവം ചെയ്തത് എന്നുള്ളത് പുകമറയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്നലത്തെ നമ്മളെ സനുവിന്റെ റിയാക്ഷൻ ചാനലിൽ സനു ഇട്ടിരിക്കുന്ന ലൈവിൽ സനു ഇങ്ങനെ ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഷെഫീന താത്തയാവാം, ഇനിയിപ്പോ സമീറ ഓസ് മലയാളിയുടെ വീഡിയോ ഷെയർ ചെയ്തത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആവാം, അങ്ങനെ കുറെ സംശയങ്ങളുടെ പേരിലാണെന്ന് തോന്നുന്നു. എന്തോ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി പിന്നെ ഷെഫീന താത്തയും സനുവുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നും എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല. ഇനി ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഷെഫീന താത്ത എന്ന വ്യക്തിനെ ഞാൻ അറിയുന്ന ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒളിപ്പോർ യുദ്ധത്തിന് നിൽക്കാത്ത ഒരാളാണ് ഷെഫീന താത്ത. മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കാനും ഞാൻ നിന്റെ നാട്ടിൽ വന്നടിയേ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടിയേ എന്ന് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു പുലി എന്ന് തന്നെ ഞാൻ പറയും. ഒരാളുടെ വീട്ടിൽ പോയി വീട്ടിൻ്റെ അകത്ത് കയറി അവരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഇടം കാണിക്കുന്ന ഒരാളാണ്. എനിക്ക് നമ്മളെ ജിനുവിൻ്റെ ഒക്കെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്ന ഒരാളാണ് താത്ത. അപ്പൊ അങ്ങനെയുള്ള താത്തയ്ക്ക്, ഷെഫീന താത്തയ്ക്ക് ഒളിച്ചിരുന്ന് സനുവിന്റെ വീഡിയോയോ അല്ലെങ്കിൽ സനുവിന്റെ സ്ഥലത്തിന്റെ വീഡിയോയോ ഒന്നും പബ്ലിക് ആക്കേണ്ടുന്ന കാര്യമില്ല. അതും മറ്റാരെങ്കിലും വഴി മറ്റാരുടെയെങ്കിലും ചാനലിൽ കൊണ്ടുവന്ന് ഇടേണ്ട കാര്യമില്ല. ഷെഫീന താത്ത കണ്ടെത്തിയാൽ ഷെഫീന താത്തയുടെ തന്നെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു മടിയും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ പിന്നെയും എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ഷെഫീന താത്തയുടെ പേര് ഇവരിങ്ങനെ വലിച്ച് ഇടുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ പല ചിന്തകളും നമുക്ക് വരും. അതായത് പിന്നെ മുമ്പ് ഫിജോയുമായിട്ട് അടികൂടി ഇരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നീ വാടി, ഞാൻ ബോഡി, ഞാൻ കാണിച്ചു തരാടി, നിന്റെ വീട്ടിൽ വരാടി. ഇത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ഒരു നായിക പരിവേഷം ഉണ്ടാക്കിയെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഇവര് ഇപ്പൊ യൂട്യൂബ് പോലൊരു മീഡിയ എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സിനിമ സ്റ്റാറാണ്, നമ്മളൊക്കെ ഭയങ്കര സിനിമ സ്റ്റാറായി, പിന്നെ നമ്മളെ എല്ലാവരും മാഡം എന്ന് വിളിക്കും, ഇടവം എന്ന് വിളിക്കും എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ചില യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഒരു പ്രകടനമൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ കാല് കുത്തി കഴിഞ്ഞാൽ, നിങ്ങൾ കുത്തിയ കാല് തിരിച്ചെടുക്കണമെങ്കിൽ ഞാൻ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ഡയലോഗൊക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കും, മമ്മൂട്ടി മോഹൻലാലൊക്കെ എവിടെ കിടക്കണ്, ഇവരുടെയൊക്കെ മുന്നിൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ എവിടെ കിടക്കണേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ സനുവിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു റീസൺ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് ഷെഫീന താത്തയ്ക്ക് ആരെങ്കിലും അടിക്കണമെങ്കിൽ ആരുടെയെങ്കിലും പിന്നിൽ നിന്ന് അടിക്കുന്ന ഒരു പ്രകൃതം അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സനു ഒറ്റപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്കായിപ്പോയ സമയത്തൊക്കെ ഷെഫീന താത്ത പിന്നാലെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്താണ് ഈ വിഷയം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റൊരു ലൈവിൽ ഒരു കാര്യം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഷെഫീന താത്തയുടെ മകൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി പ്രശ്നമുണ്ടാക്കുമെന്ന്. എൻ്റെ നാടാണ് കേട്ടോ, ഞാൻ ജീവിക്കുന്ന നാടാണിത്. ഇപ്പോൾ ടെക്നോ പാർക്ക്, ഷെഫീന താത്തയുടെ മകൻ ടെക്നോ പാർക്കിലാണോ ജോലി ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ടെക്നോ പാർക്കിൽ പോയി അടിയുണ്ടാക്കും, നിങ്ങളെ മകൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി ഞാൻ അടിയുണ്ടാക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, എത്ര നായിക പരിവേഷം ഉണ്ടായാലും ശരിയല്ല, വീക്ക്നെസ്സിലാണ് കയറി പിടിക്കുക. അതായത് ഷെഫീന താത്തയുടെ മകൻ ഇതിലൊന്നും ഇല്ല. ഈ ചില ആളുകൾ ഇങ്ങനെ തന്നെയാണ്. ഒരു ധൈര്യശാലിയായ ആളിനെ വീഴ്ത്താൻ പറ്റുന്നത് എവിടെയാണ്? ഒരു മദറിനെ വീഴ്ത്താൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് അവരെ മക്കളെ കയറി പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. പുള്ളിക്കാരീൻ്റെ മകളെ ആരോ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇമോഷണലായിട്ട് കാണിച്ചു തിരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്ന് ചാടിയ ആളാണ് ഇപ്പോൾ. പിന്നെ ഇവളെ കൊണ്ട് നടന്ന, ഇവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിരുന്ന ഷെഫീന താത്തയുടെ മകൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറി പോകുന്നു. അത് എവിടെ? ടെക്നോ പാർക്കിൽ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് കോളനിയല്ല, കാണുന്ന പോലെ ഇപ്പൊ ഏതണ്ടനും അടകോടനും കയറി പോവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ഥലമല്ല ടെക്നോ പാർക്ക്. എന്താണ്, കണ്ടിട്ടില്ല?
അവിടെ വലിയ വലിയ സെക്യൂരിറ്റി, വലിയ വലിയ കമ്പനികളാണ്, മൾട്ടി ഇന്റർനാഷണൽ കമ്പനികളുള്ള സ്ഥലമാണ്. ഒരു കമ്പനിയല്ല, ഒരുപാട് കമ്പനികളുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികളൊക്കെ ഉള്ള സ്ഥലമാണ് ടെക്നോ പാർക്ക്. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോകണമെങ്കിൽ തന്നെ ഫ്രണ്ടില് നമ്മളൊരു റെക്കോർഡ് ബുക്കുണ്ട്. അവിടെ ഫ്രണ്ടിൽ ഒരുപാട് സെക്യൂരിറ്റികൾ കാണും. ഈ സെക്യൂരിറ്റികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണം, നമ്മൾ ഇന്ന കമ്പനിയിൽ ഇന്ന ആവശ്യമായിട്ട് പോവുകയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇൻഫോം ചെയ്യണം. എന്നാലേ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ തന്നെ പറ്റുള്ളൂ. അവിടെ ഈ നൈറ്റ് വലിച്ചു പോക്കി കുത്തി ആരുടെ ഞാനിടെ ഇങ്ങനെ വേട പോട എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ചെന്ന് കയറിയാൽ എൻ്റെ മക്കളെ അകത്ത് കിടക്കുന്നതിന് ഒരു ലിമിറ്റ് പോലും ഉണ്ടാവൂല. നേരെ തന്നെ സെക്യൂരിറ്റികൾ എന്ത് ചെയ്യും, പിടിക്കും. പോലീസ് മാമ വരൂ, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞും കൊണ്ട് എന്ത് ചെയ്യും, കൊടുക്കും. അപ്പൊ വീമ്പളക്കുമ്പോഴത്തേക്ക് ഇത് ഒരു തരം വീമ്പാണ്. അതായത് നിന്റെ വീട്ടിൽ കയറും, നിന്റെ ഭർത്താവിന്റെ നട്ടല് ചവിട്ടി പൊളിക്കും എന്നൊക്കെ നമ്മൾ പറയണത് എന്തോന്നാണ്, ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പറയുന്നത് ഒരു തരം വീമ്പ് പറച്ചിലാണ്. ഈ ഷെഫീന താത്ത എന്തെങ്കിലും നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് നിങ്ങൾ വെല്ലുവിളിക്കുക. ഒന്നും വേണ്ട. എനിക്കറിയാം ഷെഫീന താത്ത താമസിക്കുന്നത് മേനംകുളം അവിടെയാണ്, ആ ഭാഗത്താണ് താമസിക്കുന്നത്. വേണ്ട, നിങ്ങൾ സനുവിൻ്റെ അടുത്താണ് ഞാൻ പറയണത്, നീ ഒരു കാര്യം ചെയ്യും, നീ കഴക്കൂട്ടത്ത് പോവുക. കഴക്കൂട്ടത്ത് പോയിട്ട് നീ ഒരു ലൈവ് ഇട്ടിട്ട് ഷെഫീന താത്തനെ വെല്ലുവിളിക്കും. ഇങ്ങോട്ട് വാ, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നീ വെല്ലുവിളിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അല്ലാതെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പൊന്നുമോളെ ജാമ്യം കിട്ടാൻ വേണ്ടി 3 ദിവസം പിടിക്കും. എന്തിന്റെ ആവശ്യം? അത് ആ പുള്ളിക്കാരൻ നിന്നെ എന്ത് ചെയ്തിട്ടാണ് മോയ്? ഞാൻ കണ്ടിടത്തോളം ഭയങ്കര മര്യാദയുള്ള 2 പിള്ളേരാണ് കേട്ടോ, ഷെഫീന താത്തയുടെ 2 മക്കൾ. ആ 2 മക്കൾ എൻ്റെ വീട്ടിലും വന്നിട്ടുള്ള പിള്ളേരാണ്. സത്യം പറയാല്ല, ആ ഇളയ മോനെന്ന് പറയണത് എൻ്റെ വീട്ടിൻ്റെ അകത്ത് കയറി കസേരയിൽ കയറി ഇരിക്കുകയാണ്. അപ്പം എൻ്റെ മോള് പല്ല് തേച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരെയാണ്. ആ മോനൊന്നിങ്ങനെ തല ഉയർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാമല്ലോ, അവൻ ഈ ഇരുന്ന ഇരിപ്പ് തന്നെയാണ്. അപ്പം അത്രയും മര്യാദയുള്ള ആ കുട്ടികളാ എന്തിനീ ഈ കേസിലൊക്കെ ഇങ്ങനെ വലിച്ചിഴക്കുന്നത്? പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും പിള്ളേരല്ലേ, അവരല്ലേ നിങ്ങളെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പം സനുവിനെ കുറിച്ച് ഷെഫീന താത്ത ഒരിടത്തും പറയണത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെയും ഷെഫീന താത്ത സനുവിനെതിരെ ഒരു വാക്ക് സംസാരിക്കുന്നത് ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. പക്ഷെ സനു ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നാളെ എന്നെ എടുത്തിട്ട് ഉടുത്ത് ആറാനിടരുതേ എൻ്റെ പൊന്നുമോളെ. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. നീ ഇങ്ങനെ ടെക്നോ പാർക്കിലൊക്കെ ആ കൊച്ചു ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അപ്പം നിന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ നിനക്കുണ്ടായ വേദനയും വിഷമമൊക്കെ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്? അപ്പം അതുപോലെ തന്നെ ഒരാളുടെ വയറ്റിപ്പിഴപ്പിലല്ല ആ മോനെന്ന് പറയണം. അതായത് ഷെഫീന താത്തയുടെ മകനെന്ന് പറയുന്ന 18 വയസ്സൊക്കെ കഴിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പൗരനാണ്. ഷെഫീന താത്ത എന്തെങ്കിലും ഷെഫീന താത്ത ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൗരനാണ്. ഷെഫീന താത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടതും പറയേണ്ടതും അവൻ്റെ കമ്പനിയിൽ പോയി ഇങ്ങോട്ട് വേണം ഇറങ്ങട കാണിക്കാട അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഷെഫീന താത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെഫീന താത്തയുടെ അടുത്ത് ചോദിക്കാം. അല്ലാതെ ആ പുള്ളിക്കാരൻ്റെ ടെക്നോ പാർക്കിൽ ഇടിച്ചു കയറുമെന്ന് ആര്? അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്.